പത്തായം ഇപ്പോൾ കേരളത്തിൽ 26 വർഷമായി പത്തായം തുടങ്ങിയിട്ട്. എൻ്റെ വീട് കോഴിക്കോടാണ്, പക്ഷെ ഇവിടെ 20 വർഷം പത്തായമുണ്ട്. സാധാരണ ഹോട്ടലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ചായ, കാപ്പി, പുറത്ത് പൊരിച്ചത്, കരിച്ചതൊന്നും ഇവിടെ, എണ്ണ പലഹാരങ്ങൾ, ഫ്രിഡ്ജ്, ഫ്രീസർ ഇവിടെ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഒന്നും ഉപയോഗിക്കാതെ 3 നേരത്തെ ആഹാരം നല്ലത് കിട്ടും. നിങ്ങൾ ഒരു നേരമെങ്കിലും നിങ്ങൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചു നോക്കൂ, നിങ്ങളുടെ വയറ് വയലൻ്റ് ആവില്ല, ഉറപ്പായിട്ടും വയറ് സൈലൻ്റ് ആവും. പരീക്ഷ വയ്ക്കണം. പക്ഷെ ഇവിടെ കൃത്രിമമായിട്ട് ഒരു കളറുകളോ മസാലക്കൂട്ടുകളോ ഒന്നും നമ്മുടെ തലത്തിലൊന്നും ചേർക്കുന്നില്ല. അതിന് അതിൻ്റേതായ ഗുണങ്ങളുണ്ട്, അതിൻ്റേതായ മറ്റുള്ള രുചി എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ദോഷങ്ങളുണ്ട്. ദോഷമല്ല, നിങ്ങൾക്ക് വായിക്ക് പിടിച്ചു തരില്ല. ഞാൻ ഹോട്ടലിൽ നിന്ന് ബോർഡ് വയ്ക്കാത്ത കാരണം തന്നെ ഹോട്ടലാണ് എന്ന് ചോദിച്ചാൽ കയറാതിരിക്കാൻ വേണ്ടിയാണ്. സാധനം ഒരു ഹോട്ടലിൽ കിട്ടുന്ന ഒരു സാധനം പിടിക്കുക. അത് ഒരു നേരത്തെ ആഹാരമെങ്കിലും നിങ്ങളോട് കഴിച്ചു നോക്കും. ഇവിടെ പാൽ ഉപയോഗിക്കുന്നില്ല, പഞ്ചസാര ഉപയോഗിക്കുന്നില്ല, എണ്ണപ്പലഹാരങ്ങളില്ല, ഒന്നും ഇവിടെ ഉപയോഗിക്കുന്നില്ല. പക്ഷേ നല്ല മില്ലറ്റിൻ്റെ ദോശ കിട്ടും, മില്ലറ്റിൻ്റെ ഇഡ്ഡലി കിട്ടും, മില്ലറ്റിൻ്റെ ചോറ് കിട്ടും, ആഴ്ചയിൽ 3 ദിവസം മില്ലറ്റ് ബിരിയാണി കിട്ടും. എല്ലാം ഭക്ഷണമുണ്ട് ഇവിടെ. എണ്ണപ്പലഹാരങ്ങളൊന്നുമില്ല. കാരണം നമ്മൾ റാഗിയുടെ അട കിട്ടും, ഗോതമ്പിൻ്റെ അട കിട്ടും, റാഗിയുടെ ചപ്പാത്തി കിട്ടും, മില്ലറ്റ് ചപ്പാത്തി കിട്ടും, മസാല ചപ്പാത്തി കിട്ടും. എല്ലാ സാധനമുണ്ട്. പക്ഷേ കൃത്രിമമായിട്ടുള്ള കുളിപ്പിച്ചതും വറുത്തും പൊരിച്ച് കഴിച്ചൊന്നും ഇല്ല. അപ്പോൾ എനിക്ക് റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ ഒരു നേരത്തെ ആഹാരങ്ങൾ നിങ്ങളൊന്ന് കഴിച്ചു നോക്കും, ഉച്ചഭക്ഷണം കഴിച്ചു നോക്കും. എന്താണ് എൻ്റെ റിസൾട്ട് നോക്കും. സ്വീകാര്യമാണ്. നിങ്ങൾ സുഹൃത്തിൽ കുട്ടി വരാം, വീട്ടുകാരെ കുട്ടി വരാം, ഇല്ലേ? വീട്ടിലിരിക്കുന്ന ഭക്ഷണം പാചകം ചെയ്യാനുള്ളത് ഞാൻ പറഞ്ഞു തരാം. പാചകത്തിന് വേണ്ടി പാചകം പഠിക്കാൻ സൗകര്യം ഉണ്ടാക്കി തരാം. ഇത് പ്രാക്ടിക്കലല്ലോ, ഇവിടെ ഭക്ഷണം കഴിക്കും പ്രാക്ടിക്കലല്ല. അപ്പോൾ ഈ ഭക്ഷണം നിങ്ങൾ വീട്ടിലെത്തിക്കാൻ നോക്കുക. രോഗശമനത്തിന് ഭക്ഷണം മാറ്റുക എന്നല്ലാതെ ഒരു പരിഹാരം അതില്ല. നിങ്ങൾക്ക് ഭാരമായാലും നിങ്ങൾ മറ്റൊരു ഭാരമായിരിക്കുക. ഇതെനിക്ക് പറയാനുള്ളത്. ഓക്കെ.